എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ള അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. ഡ്രൈ ഹെയർ ആണെങ്കിൽ, ഫ്രിസി ഹെയർ ആണെങ്കിൽ, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ, ചകിരി പോലത്തെ മുടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നമ്മൾക്ക് മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്ക് ആണ്. നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ മുടി ദിവസങ്ങൾ കഴിയും തോറും നന്നായിട്ട് മാനേജബിൾ ആയിട്ട് കിട്ടും കേട്ടോ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോകരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് കറ്റാർ വാഴയാണ് കേട്ടോ. ഞാനിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ലീഫാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഒരു ജെല്ലില്ലേ, അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഫ്രഷ് ലീഫ് എടുക്കുമ്പോൾ അതിൽ നിന്നൊരു മഞ്ഞ കളറിലെ സാധനം വരും. ഇപ്പൊ ഇത് ബ്രൗൺ ആയി പോയിട്ടുണ്ട് കേട്ടോ, കുറച്ച് സമയം എടുത്തുകൊണ്ടാണ്. നമ്മളപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഒരു ഭാഗം നേരെ കുത്തി നിർത്തണം. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഈ പച്ച കളറിലെ സംഭവം എല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ. അതിന്റെ ആ ഒരു ജെല്ല് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ച ഇട്ട് അരച്ച് ജ്യൂസ് ആക്കി എടുക്കരുത് കേട്ടോ. ഫുള്ളായിട്ട് ആ പച്ചപ്പ് കളയണം. കാരണം അതിലും ആ മഞ്ഞേന്റെ കണ്ടന്റ് ഉണ്ടാവും കേട്ടോ. അത് നമ്മളെ സ്കിന്നിനും ഹെയറിനും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ മിക്സിയിൽ ഇടണില്ല, ജസ്റ്റ് കത്തി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചുരണ്ടി അതിന്റെ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെ കയ്യിൽ ഇങ്ങനെ ബ്ലാബ്ല ആവണത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ജെല്ല് എടുക്കാം കേട്ടോ ഇതിന് പകരമായിട്ട്. അപ്പൊ ഞാനിവിടെ ആദ്യത്തെ ആ 2 പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മൂന്നാമതൊരു പീസ് ഇത് അവിടെ ഇരിക്കുന്നില്ലേ, ഒരു കുഞ്ഞു പീസ്, അത് എടുത്തിട്ടില്ല കേട്ടോ. അതിനകത്തുനിന്ന് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടും പണിയായിരിക്കും. അത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത് നമ്മൾക്ക് വേണ്ടത് വന്നിട്ട് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾക്ക് സാധാരണ പാല്, പശുവും പാല് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതില്ലേ, പാക്കറ്റ് പാല്, അത് ഇതിന് പകരം യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീഡിയോസിൽ കാണിക്കുന്ന ഒരു ബൗളാട്ടോ ഇത്. ആ ബൗളിൽ ഒരു കുഞ്ഞു ബൗളില്ലേ വൈറ്റ് കളറിലെ, ആ ബൗളിന് ഒരു ബൗള് പാലെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കപ്പിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കുന്ന കപ്പൊക്കെ ആ കപ്പിൽ ഫുള്ളായിട്ട് ഉള്ള ഒരു അളവിൽ ഒരു കപ്പ് നല്ല രീതിയിൽ നമ്മൾക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവും പാൽ എടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അതൊന്നും ഇല്ലാന്നാണെങ്കിലും ഈ 2 സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കാണിക്കണമെന്നുള്ളൂ. ഇത് മിക്സ് ആയിട്ട് നമ്മൾക്ക് ഇപ്പോൾ കിട്ടില്ല. കാരണം ഈ കറ്റാർ വാഴേൻ്റെ ജെല്ല് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ലേ. നമ്മുടെ ഫ്ലാക്സ് സീഡ് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ജെല്ല് കിട്ടില്ല. അപ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇത് ശരിക്കും ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. എപ്പോഴാണെന്നറിയോ, നമ്മൾ ഈ കറ്റാർ വാഴേൻ്റെ ജെല്ല് എടുത്തില്ലേ, അത് മിക്സിയിലിട്ട് അരച്ചിട്ടാണ് എടുത്തതെങ്കിൽ ആ ജെല്ല് നല്ലൊരു വെള്ളം പോലെ ആയിരിക്കും നമ്മൾക്ക് കിട്ടണേ. അപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് മിക്സ് ആവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ടുള്ള സാധനം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകട്ടോ. ഇത് കാപ്പിപ്പൊടിയാണ്. ബ്രൂവിൻ്റെ 2 രൂപേൻ്റെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ കാപ്പിപ്പൊടി നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട്, അതിൽ കെഫീൻ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്കിൾസ് ഇല്ലേ, അതിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ബ്രൂ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. കാപ്പിപ്പൊടിയിൽ കെഫീനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഏത് ബ്രാൻഡ് എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് വീട്ടിലുണ്ടാക്കിയ സാധനമാണ്. പക്ഷേ കാപ്പിപ്പൊടി ആണെങ്കിൽ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഈ ഒരു കാപ്പിപ്പൊടി യൂസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവില്ല. അതായത് നമ്മൾ മിക്സ് ചെയ്താലും കുറച്ച് സമയം പിടിക്കും. ഇതിങ്ങനെ കട്ടയായിട്ട് ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കും. ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ബ്ലെൻഡ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മുടെ പാക്ക് ചൂടല്ലല്ലോ, തണുപ്പല്ലേ. അപ്പോൾ ഇത് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ്. അതായത് കുറേ നേരം ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കണം. കാപ്പിപ്പൊടി വെച്ചിട്ട് നമ്മുടെ സീസൺ 1 ഹെയർ ഗ്രോ ചാലഞ്ചിൽ 2-3 പാക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു പാക്ക് നമ്മുടെ ഹെയർ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് ആയിരുന്നു. അത് അടിപൊളിയായിട്ട് എല്ലാവർക്കും റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെയർ ഓയിലാണ്. 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് ഓൾറെഡി ഓയിൽ കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കാച്ചി എണ്ണയാണെങ്കിലോ ഒലിവ് ഓയിൽ ആണെങ്കിലോ ആൽമണ്ട് ഓയിൽ ആണെങ്കിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമ്മൾക്ക് ഒരു പാക്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ല. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഓയിലാണെങ്കിൽ ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോഴും ഞാൻ പറയുകയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുക്കാത്ത എന്താ അറിയോ, ഇത് മിക്സിയിൽ ഇടുമ്പോഴേക്കും ഭയങ്കര വാട്ടറായി പോകും. അതായത് തലയിലിട്ടാൽ അത് നിൽക്കില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഇങ്ങനെ ലിക്വിഡ് ആയിട്ട്
ആയിട്ടുള്ള പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഞാൻ എപ്പോഴും കുപ്പിയിലാക്കിയിട്ടാണ് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതാണ് എളുപ്പം. അപ്പം ഞാനിങ്ങനെ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു പാക്ക് എൻ്റെ അനിയത്തിയുടെ തലയിലാണ് ഇട്ട് കാണിക്കാൻ വേണ്ടി കേട്ടോ. കാരണം അവളുടെ മുടി അത്യാവശ്യം കുറച്ച് ഡ്രൈ ആണ്, ഫ്രിസി ആണ്. അതാ കണ്ടില്ല, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം ഈ മുടിയിൽ തന്നെ നിങ്ങൾ കാണിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ റിസൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നേരെ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്കിപ്പോൾ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ നമ്മൾക്കൊരു 4-5 തുള്ളി നമ്മുടെ ഹെയർ ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുടിയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല, ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ ഡ്രൈനെസ് തോന്നുന്ന ആ ഒരു ഏരിയ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഓവറോൾ സ്കാൽപ്പിലാവുന്ന രീതിയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവളുടെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുടിയിലെ കെട്ടുകളൊക്കെ നന്നായിട്ട് കളയാനുണ്ട് കേട്ടോ. മുടിയുടെ താഴേന്ന്, അതായത് മുടിയുടെ തുമ്പത്തൂന്ന് നന്നായിട്ട് കെട്ടുകൾ കളഞ്ഞ് തുടങ്ങുക. എന്നിട്ട് വേണം മേളിലേക്കുള്ള കെട്ടുകൾ കളയാൻ വേണ്ടിയിട്ട് കേട്ടോ, ഇല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുടി 2 പാർട്സ് ആക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ ബോട്ടിലാക്കിയിട്ടുള്ള പാക്ക് സ്കാൽപ്പിലേക്ക് ഇടുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ മുടിയിലേക്ക് ഇടുന്നുണ്ട്. മുടിയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടേണ്ടത്, കാരണം നമ്മൾ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലിട്ടാലും മുടി വളരാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടിയാണ്. ഇങ്ങനെ നമ്മൾ കാപ്പിപ്പൊടി യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് പേർക്ക് ഉണ്ടാവുന്ന ഡൗട്ടാണ്, നമ്മുടെ മുടി ബ്രൗൺ കളറായി പോവോ, ചെമ്പൻ മുടി ആയി പോവോ എന്നുള്ളത്. ആക്ച്വലി അത് നമ്മുടെ മുടിയുടെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മുടെ മുടി ഓൾറെഡി കുറച്ച് ഡിം ആയിട്ടുള്ള കളറാണ്, കുറച്ച് ബ്രൗണിഷ് ഷെയ്ഡ് ആണെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടി യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ബ്രൗണിഷ് ഷെയ്ഡ് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യും, അതായത് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആയ പോലെ ഇരിക്കും. പക്ഷേ ബ്ലാക്ക് കളറുള്ള മുടിയുള്ളവരാണെങ്കിൽ കാപ്പിപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവണ പോലെ അങ്ങനെ ആയിരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യണം കേട്ടോ. പിന്നെ എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്താലും എന്താ പറയുക, നമ്മൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാപ്പിപ്പൊടി യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ എങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് നമ്മൾക്ക് ഒട്ടും എണ്ണ ഇഷ്ടമല്ല എന്നാണെങ്കിൽ മാത്രം കുറച്ച് ഷാംപൂ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഉള്ള മുടിയാണ് കേട്ടോ. നമ്മൾ പാക്ക് ഇടുന്നതിന് മുന്നേ ഉള്ള ഒരു ഹെയറിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കാനാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓരോ സ്ട്രാൻഡ്സിലും നമ്മൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഓരോ സ്ട്രാൻഡ്സും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഷൈനിങ് ഉള്ളതായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യണുണ്ട് കേട്ടോ. നമ്മൾ വേറെ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യരുതെന്ന്. ആ ഒരു പാക്കിൻ്റെ റിസൾട്ട് മാത്രമാണ് കേട്ടോ. നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ കാണിക്കണത് എന്താണെന്നറിയോ, ആ ഒരു ഷൈനിങ് കണ്ടിട്ട് എണ്ണയാണോ എന്ന് നമ്മൾക്ക് സംശയം ഉണ്ടാവും. പക്ഷെ അത് എണ്ണയല്ല, എൻ്റെ കയ്യിലൊട്ടും എണ്ണയായിട്ടില്ല. ഇട്ട ആ ഒരു പാക്കിൻ്റെ റിസൾട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. കാരണം എപ്പോഴും ഞാൻ എൻ്റെ ഹെയർ കാണിക്കുന്നതും ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. സോ അത്യാവശ്യം നല്ല റിസൾട്ട്. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറും ക്വാളിറ്റിയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.